നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവൻ ബോച്ചയല്ല, പരനാറി. ബോബി ചെമ്മണ്ണൂരിനെ പുളിച്ച തെറി വിളിക്കുകയാണ് സഖാക്കൾ എല്ലാവരും. ഒരു സമയത്ത് ഈ ബോച്ചയെ എടുത്ത് തലയിൽ വെച്ചിരുന്നവരാണ് ഈ കമ്മികൾ എന്നതുകൂടി ഓർക്കണം. ഇപ്പോൾ ഇവർ ഹണി റോസിനൊപ്പം നിന്നുകൊണ്ട് ഹണി റോസിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബോച്ചയെ പച്ചയ്ക്ക് തെറി വിളിക്കുകയാണ്. എന്നാൽ ബോച്ചയെ കുറച്ച് എല്ലിൻ കഷ്ണം എറിഞ്ഞു കൊടുത്താലോ വീണ്ടും ബോച്ചയ്ക്ക് വേണ്ടി കുരയ്ക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ബോച്ചയ്ക്കെതിരെ, അതായത് ബോബി ചെമ്മണ്ണൂരിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും പിണറായി പോലീസ് എന്ത് പുണ്ണാക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടും പൊട്ടിത്തെറിക്കുകയാണ് ജി സുധാകരൻ. രൂക്ഷമായ ഭാഷയിലാണ് ജി സുധാകരൻ ബോബി ചെമ്മണ്ണൂരിനെ വിമർശനം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിന് പണത്തിന്റെ അഹങ്കാരമാണെന്നും എന്തും ചെയ്യാമെന്ന തോന്നലാണെന്നും സുധാകരൻ വിമർശിച്ചു. ആലപ്പുഴയിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ തല്ലിയേനെ എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. MSM കോളേജിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുതിർന്ന CPM നേതാവിന്റെ ഈ പ്രതികരണം. 15 വർഷം മുൻപ് തന്നെ ഞാൻ എന്റെ ഭാര്യയോട് അവൻ പരമനാറിയാണെന്ന് പറഞ്ഞിരുന്നു. അയാൾ പ്രാകൃതനും കാടനുമാണ്. അയാൾക്ക് ഒരു സംസ്കാരമേ ഉള്ളൂ, അത് ലൈംഗിക സംസ്കാരമാണ്. കരണക്കുറ്റിക്ക് അടി കൊടുക്കാൻ ആരും കേരളത്തിൽ ഇല്ലാതായി പോയി. ഇവിടുത്തെ മഹിളാ സംഘടനകളും ബുദ്ധിജീവികളും എവിടെ പോയി? അയാൾ അശ്ലീല ചുവയുള്ള ഒറ്റ പോസ്റ്റ് ഇട്ടപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ? എന്നിട്ട് അറസ്റ്റ് ചെയ്തോ? പല സ്ത്രീകളെയും അയാൾ അപമാനിച്ചു. അവർ ആരും അനങ്ങിയില്ല എന്നും സുധാകരൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പിണറായി പോലീസിന് നേരെ വിമർശനം ചൊരിഞ്ഞിരിക്കുകയാണ് ജി സുധാകരൻ. അതായത് സ്വമേധയാ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കാൻ ഇതിനു മുൻപ് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു ഈ പിണറായി പോലീസ്. ഇവര് സ്ത്രീപക്ഷക്കാരാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് അന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ ശക്തമായ നടപടികൾ എടുത്തില്ല? നമുക്കറിയാം, ഇതിനു മുൻപ് അങ്ങേയറ്റം അശ്ലീലം പൊതുമധ്യത്തിൽ വന്നു നിന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. തൃശൂർ പൂരം നടക്കുമ്പോൾ അവിടെ പോയി ജാക്കി വെക്കുന്ന കഥയൊക്കെ ഏതാണ്ട് വീര കഥകൾ പോലെ ആയിരുന്നു അന്ന് ബോബി ചെമ്മണ്ണൂര് പൊതുമധ്യത്തിൽ വന്നു നിന്ന് പറഞ്ഞത്. അന്ന് ബോബി ചെമ്മണ്ണൂരിന് കൈയടിച്ചുകൊണ്ട് പലരും രംഗത്ത് വരികയും സോഷ്യൽ മീഡിയയിൽ പല ഫാൻസ് ഗ്രൂപ്പുകൾ വരെ ഉയർന്നു ബോബി ചെമ്മണ്ണൂരിനെ പൊക്കിയടിക്കുന്നതിന് വേണ്ടിയൊക്കെ. അന്ന് എന്തുകൊണ്ട് ഇവിടുത്തെ സ്ത്രീപക്ഷക്കാർ അനങ്ങിയില്ല? അയാൾക്കെതിരെ നടപടി വേണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല. സ്വമേധയാ കേസെടുക്കാമായിരുന്നല്ലോ. എന്നിട്ടും കണ്ണടച്ചിരുന്നവരാണ് ഇന്നിപ്പോൾ ഹണി റോസിനെ ഞങ്ങൾ താങ്ങുന്നു എന്നും പറഞ്ഞു വന്ന് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇവരുടെയൊക്കെ തനി നിറം ഇതാണ്, ഇവരുടെയൊക്കെ സ്ത്രീപക്ഷം ഇതാണ്. അങ്ങേയറ്റം അധിക്ഷേപകരമായാണ് ഇയാൾ ഹണി റോസിനെ പലയിടങ്ങളിൽ വെച്ചും അപമാനിച്ചിട്ടുള്ളത്. അവരുടെ വസ്ത്രധാരണം എന്തുമായിക്കോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ എന്തിനാണ് ബോബി ചെമ്മണ്ണൂരിന് ഇത്ര പൊള്ളൽ? എന്തായാലും ഇപ്പോൾ ഹണി റോസിനെ ഞങ്ങൾ നീതി ഉറപ്പാക്കും എന്ന് പറഞ്ഞുകൊണ്ട് CPMകാരെല്ലാം രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ കക്ഷത്താണല്ലോ ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് ഇതിനു മുൻപ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നടപടിയെടുക്കാൻ തുനിഞ്ഞില്ല? ഇവിടുത്തെ വനിതാ സംഘടനകൾ എവിടെയായിരുന്നു? ഇവിടുത്തെ യുവജന കമ്മീഷൻ എവിടെയായിരുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ആരും ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചെറുവിരൽ അനക്കിയില്ല? അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബോബി ചെമ്മണ്ണൂരുമായി സർക്കാരും CPMും എല്ലാം ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അയാൾക്കെതിരെ ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുന്നു. ഇയാളെ പോലെയുള്ള ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആഭാസന്മാരെ വളർത്തിയതിൽ ഈ സർക്കാരിനും പാർട്ടിക്കുമൊക്കെ വലിയ പങ്കുണ്ട്. എന്തായാലും ഒരാളെങ്കിലും ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് ഇത്ര ശക്തമായി ഇതൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചല്ലോ. അതിന് ജി സുധാകരന് ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം പോലീസിന്റെ കഴിപ്പണം കെട്ട പോലീസിന്റെ അനങ്ങാപ്പാറ നയത്തെയൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട് ജി സുധാകരൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.